പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈശോ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാനായി യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന പേര് അന്വർത്ഥമാക്കിയ ദിവസമാണെന്ന്. ഈശോയുടെ പീഡകളോടും സഹനങ്ങളോടും ചേർത്ത് വെച്ച് നമ്മുടെ വിഷമങ്ങളും നമുക്ക് രക്ഷാകരമാക്കി തീർക്കാൻ പരിശ്രമിക്കാം. കുരിശിനെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ആരാധനാക്രമ മത്സരത്തിലെ ഏറ്റവും സുപ്രധാന ദിവസം ഇന്നാണ്. ഈശോയുടെ കാലം വരെ, അല്ലെ, ഈശോ കുരിശിൽ കയറുന്നത് വരെ കുരിശ് ഒരു കഴുമരമായിരുന്നു. ഒരു മരം ആയിരുന്നത് ഒരു വരം ആയി മാറിയ ദിവസമാണിന്ന്. വെറും ഒരു മരം ഒരു വരമായി മാറിയത് മരത്തിൽ ഈശോ വന്നതോടുകൂടിയാണ്. ഏത് നിസ്സാര കാര്യത്തിലേക്കും ഈശോ വരുമ്പോൾ അതിന് ദൈവികതയുടെ ഒരു തലം ഉണ്ടാകുന്നു. വെറും പച്ചവെള്ളത്തിൽ ഈശോയുടെ ഇടപെടൽ ചേർന്നപ്പോൾ അത് ഏറ്റവും മാധുര്യമുള്ള വീഞ്ഞായി മാറുന്നു. വെറും 5 അപ്പം, എണ്ണിയെടുക്കാവുന്ന വെറും 5 അപ്പത്തോട് ഈശോയുടെ വാക്കുകൾ ചേർന്നപ്പോൾ എണ്ണിത്തീർക്കാൻ വയ്യാത്തത്ര അപ്പം പെരുകുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. ആളുകളുടെ മനസ്സ് സംതൃപ്തി കൊണ്ട് നിറയുന്നത് നമ്മൾ കാണുന്നു. വലിയ ഒരു കൊടുങ്കാറ്റ്, കടലിൽ ആർക്കും അടക്കി നിർത്താൻ പറ്റാത്തതിനോട് ഈശോ ചേരുമ്പോൾ, ഈശോ ഉണർന്ന് അതിനോട് സംസാരിക്കുമ്പോൾ ആ കടൽ ശാന്തമാകുന്നു. ഈശോ ഉണർന്നപ്പോൾ കടൽ ഉറങ്ങുന്നത് നമ്മൾ കാണുന്നു. ഏത് സാധാരണ കാര്യത്തോടും ഈശോ ചേരുമ്പോൾ അത് അസാധാരണ കാര്യവും ദൈവിക കാര്യവുമായി മാറുന്നു. നമ്മുടെ സഹനങ്ങളും നമ്മുടെ പീഡകളും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവികമാകുന്നത് അതിനെ ഈശോയോട് ചേർക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. ഈശോയോട് ചേരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്താണോ നിങ്ങളുടെ ദുഃഖമായിരുന്നത് അതേ കാര്യം തന്നെ നിങ്ങളുടെ സന്തോഷമായി മാറും. അതുകൊണ്ട് ഈശോയുടെ കുരിശ് വെറും ഒരു മരമായിരുന്നത് നമുക്കൊരു വരമായി, ഒരു അനുഗ്രഹമായി ഇന്ന് മാറിയതിന് കാരണം അതിൽ ഈശോ വന്നതുകൊണ്ടാണ്. നമ്മുടെ വിഷമങ്ങളോട് ഈശോയെ ചേർത്ത് വെക്കാനും, നമ്മുടെ വിഷമങ്ങളിൽ പലപ്പോഴും നമുക്ക് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ അതിൽ തന്നെ വിഷമിച്ചിരിക്കാതെ അത് ഈശോയ്ക്ക് കൊടുത്താൽ ഈശോ അത് വിഷമത്തെ, പ്രയാസത്തെ സന്തോഷമാക്കി, ആശ്വാസമാക്കി മാറ്റിത്തരുമെന്നുള്ള വലിയ ബോധ്യമുള്ളിൽ സൂക്ഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി എന്ന് ഞങ്ങൾ വിളിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം, അങ്ങ് ഞങ്ങളുടെ രക്ഷകനായി മാറിയ ദിവസം ഇതായതുകൊണ്ടാണത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരും മരിക്കുന്നവരുമാകുവാനും, ഞങ്ങളുടെ ജീവിതവും അങ്ങയുടെ ജീവിതം പോലെ ഗുഡ് ആയി, നല്ലതായി മാറുവാനും, ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയോട് ചേർത്ത് വെച്ച് അത് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കുവാനും നല്ലതാക്കി മാറ്റുവാനും ഞങ്ങളെയും സഹായിക്കണമേ. ലോകമെമ്പാടും പല രീതിയിൽ മതമർദ്ദനം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും അവരുടെ എല്ലാ പീഡകളെയും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതെല്ലാം അനുഗ്രഹവും അങ്ങയുടെ മഹത്വവുമാക്കി മാറ്റണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.